ഓം ശ്രീ ആഞ്ജനേയ നമ. MS-4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. ഈ ഒരു വീഡിയോയില് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ് ഞാൻ പറയുന്നത്. അതായത് വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലം. 2026 ഫെബ്രുവരി മാസം 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള അത്രയും ദിവസത്തെ ഫലമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. എന്റെ ആസ്ട്രോളജി ചാനൽ MS-4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ജീവിത പ്രശ്നങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വാരഫല വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ചിലവുകൾ കൂടി നിൽക്കുന്ന ഒരു വാരമാകും വരാൻ പോകുന്നത്. പാഴ്ചിലവുകൾ, നിങ്ങളുടെ ആ ഒരു ബഡ്ജറ്റിന് പുറത്തോട്ടുള്ള ചിലവുകൾക്കുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോപ്പർ ബഡ്ജറ്റിൽ പാഴ്ചിലവുകൾ കൺട്രോൾ ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള അങ്ങനെയുള്ള തടസ്സങ്ങളെയെല്ലാം നിങ്ങൾക്ക് നേരിടാൻ സാധിക്കുന്നതാണ്. അതുപോലെ പണം കടം കൊടുക്കുന്നത് പ്രത്യേകം നിയന്ത്രിക്കുക. ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യത പൊതുവെ മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്ന വാരം കാണിക്കുന്നതാണ്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥത, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള അങ്ങനെയുള്ള വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. ഔദ്യോഗികപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ജോലി സംബന്ധമായിട്ടുള്ള കൂടുതൽ ശ്രദ്ധ ജോലിയിൽ കേന്ദ്രീകരിക്കാനും അങ്ങനെ പെൻഡിങ് ഉള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാനുള്ള ആ ഒരു ദൈവാധീനം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വീട് പണിയുന്നവർക്കും അതുപോലെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാകും. വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരം, പ്രത്യേകിച്ച് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാണ്. അതുപോലെ സരസ്വതി ദേവിയുടെ കടാക്ഷവും നിറഞ്ഞു നിൽക്കുന്ന വാരമാണ്. നല്ല രീതിയിലുള്ള പഠന മികവ് പുറത്തെടുക്കാൻ പറ്റിയ ഒരു വാരമാകും വിദ്യാർത്ഥികൾക്ക് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും അതുപോലെ ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവരും അതുപോലെ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിലും നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്ന ഒരു വാരമായിട്ടാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഒരു വാരമാകും. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ഈ ഒരു വാരം അത്ര അനുകൂലമാവില്ല. പുതിയതായിട്ട് കസ്റ്റമേഴ്സിനെ കിട്ടാനുള്ള ദൈവാധീനം, ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് ഇടവ കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സം ഈ വരുന്ന വാരം കാണിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പക്ഷെ ഔദ്യോഗികപരമായി ജോബ് റിലേറ്റഡ് ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യത, നിങ്ങളുടെ ഹയർ അതോറിറ്റീസിനെ കൺവിൻസ് ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ജോബ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യത ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് ജോലിയിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ ആ ഒരു തടസ്സം മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാകും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ഭാഗ്യപരമായി നിങ്ങൾക്ക് നല്ല സമയമാണ്. അതുകൊണ്ട് തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ആ ഒരു ദൈവാധീനം ഉണ്ടാകും. വീട് പണിയുന്നവർക്കും അതുപോലെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു വാരമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷന് ഈ ഒരു വാരം അത്ര അനുകൂലമാവില്ല. അതുപോലെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും പ്രത്യേകം ശ്രദ്ധിക്കുക. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമായിട്ടാണ് ഇടവക്കൂറിൽ വരുന്ന
നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. കുടുംബദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ആദിത്യ മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ജപാകുസുമ സംഘാശം കാശ്യപേയ മഹാദിതിം തമോരും സർവപാപഗ്നം പ്രണതോസ്മി ദിവാകരം, ഈ മന്ത്രം ജപിക്കുക. ഇത്രയുമാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തത് മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകൈര്യം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം. മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഭാഗ്യപരമായിട്ടുള്ള തടസ്സം ചെറിയ തോതിൽ ഈ ഒരു വാരം കാണിക്കുന്നതാണ്. അതുപോലെ കുടുംബത്ത് പിതാവിന് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾക്കുള്ള സാധ്യത അതും കാണിക്കുന്നുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ചെറിയ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കാതെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് അങ്ങനെ എന്തെങ്കിലും സാഹചര്യം വരുവാണെങ്കിൽ വളരെ ഗൗരവപരമായി തന്നെ കാണേണ്ടതാണ്. അതാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ബാക്കി കാര്യങ്ങളെല്ലാം അനുകൂലമാണ്. അതായത് ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ എല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനമുണ്ട്. പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ചെറിയ തോതിലുള്ള ഭാഗ്യ തടസ്സം നേരിടാനുള്ള സാധ്യത മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ഗണപതി മന്ത്രം ജപിക്കുന്നതും അതുപോലെ ഗണപതി നടയിൽ നാളികേരം ഉടയ്ക്കുന്നതും അങ്ങനെയുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ സഹായകരമാകുന്നതാണ്. ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ഒരു വാരമാണ്. ഭാഗ്യപരമായി ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം അനുകൂലമാണ്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. പ്രത്യേകിച്ച് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനും അതുപോലെ തന്നെ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തീരുമാനമെടുക്കാനും പറ്റിയ നല്ല ഒരു വാരമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരം. പക്ഷെ വാഹനം എടുക്കാൻ ഈ ഒരു വാരം അത്ര അനുകൂലമാവില്ല മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ധനപരമായി പണം കടം കൊടുക്കുന്നത് നിയന്ത്രിക്കുക. കാരണം പണം കടം കൊടുക്കുന്നത് വഴി അങ്ങനെയുള്ള ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും കാണിക്കുന്നതാണ്. അടുത്തത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂർ നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള വാരം. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനം. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു വാരമാകും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും അതുപോലെ ബിസിനസ് എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസിന്റെ കാര്യങ്ങൾ തീരുമാനമെടുക്കാനും പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടാനുള്ള ഭാഗ്യം, അതുപോലെ മാർക്കറ്റിംഗ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. പക്ഷേ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി ചെറിയ ക്ലേശം ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. നയന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത, കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അശ്രദ്ധ നിമിത്തമുള്ള അപകട സാധ്യത കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നയന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, തലയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥത, ഓവറായിട്ടുള്ള ടെൻഷൻസ്, അതുപോലെ ഉദര സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ, ഇങ്ങനെയുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങൾ എല്ലാം തന്നെ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ്. കുടുംബത്ത് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം അനുകൂലമാണ്. കാരണം കുടുംബത്ത്
വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യത, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള കലഹങ്ങൾക്കുള്ള സാധ്യത, വാക്ക് തർക്കം ഉണ്ടാകാനുള്ള സാധ്യത ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ബാക്കി കാര്യങ്ങൾ അനുകൂലമാണ്. അതായത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കും നല്ല ദൈവാധീനമുണ്ട്. വിവാഹപരമായിട്ട് അനുകൂലമായിട്ടുള്ള സ്ഥാനം തന്നെയാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ഭദ്രമായിരിക്കുന്ന ഒരു വാരമായിട്ടാണ് ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് അനുകൂലമായിട്ടുള്ള വാരമാണ്. ബിസിനസ് സംബന്ധമായിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും. വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസ് റിലേറ്റഡ് കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനും പറ്റിയ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വാഹനം എടുക്കാൻ നല്ല സമയം, വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല സമയം. പക്ഷെ ദമ്പതികൾക്കിടയിൽ ചെറിയ തോതിലുള്ള സൗന്ദര്യ കലഹം, അങ്ങനെയുള്ള കാര്യങ്ങൾ, കുടുംബത്ത് അത് നിമിത്തമുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അത് പരിഹരിച്ചു പോവുകയാണെങ്കിൽ ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് ഈ വാരം വളരെ അനുകൂലമായിരിക്കും. അടുത്തതായി കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. പക്ഷെ നിങ്ങളുടെ സംസാരം നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സംസാരത്തിൽ ആ ഒരു മിതത്വ ഭാവം അത്യാവശ്യമായിട്ടും നേടേണ്ടതാണ്. അതുപോലെ തന്നെ കന്നിക്കൂർ നക്ഷത്രക്കാർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ സംസാര നിമിത്തമുള്ള അങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ശത്രുപരമായിട്ടുള്ള തടസ്സം കൂടി നിൽക്കാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ഭദ്രകാളി മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ഓം രുദ്രസുധായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്ന കാളി പ്രചോദയാത്. ഭദ്രകാളി ഗായത്രി മന്ത്രം നിത്യവും ജപിക്കുക, വിളക്ക് തെളിയിച്ച്. അങ്ങനെ ഉണ്ടെങ്കിൽ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ദേവിയിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ ദേവീ ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി വഴിപാടായിട്ട് നടത്തുന്നതും വളരെ ഉത്തമമാണ്. ശത്രു തടസ്സം ഒഴിച്ചു കഴിഞ്ഞാൽ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ബാക്കി കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതായത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാകും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. വിവാഹ സംബന്ധമായി അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരം. വീട് പണിയുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ആ ഒരു ദൈവാധീനം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും അതുപോലെ ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും. ബിസിനസ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പറ്റിയ നല്ലൊരു വാരം. അതുപോലെ തന്നെ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരം. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് പറ്റിയ നല്ലൊരു വാരമാണ്. ശത്രു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ധനപരമായിട്ട് പണം കടം കൊടുക്കുന്നത് പ്രത്യേകം നിയന്ത്രിക്കുക. അങ്ങനെ കടം കൊടുക്കുന്നത് വഴി പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത, അത് നിമിത്തം വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികളാണേലും ചെറിയ കുട്ടികൾക്കാണേലും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസ് റിലേറ്റഡ് കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനും പറ്റിയ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക്. അതുപോലെ തുലാക്കൂർ നക്ഷത്രക്കാർ ഇവരുടെ കുട്ടികൾക്ക്, തുലാക്കൂർ നക്ഷത്രത്തിൽ വരുന്ന ആളുകളുടെ കുട്ടികൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾക്കുള്ള സാധ്യതയും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ കെയർ കൊടുക്കേണ്ട ഒരു വാരമായിട്ടാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ കുട്ടികൾക്ക് കാണിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ലൊരു വാരമാകും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്.
ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത ഈ ഒരു വാരം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ഔദ്യോഗികപരമായി വളരെ നല്ല സമയമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പെൻഡിങ് അങ്ങനെയുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ ഒരുപാട് നാളുകളായിട്ട് ചെയ്തിട്ടും അതൊരു വർക്ക് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റിയ നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാകും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയം. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല സമയമാണ്. ആരോഗ്യപരമായി ചെറിയ ക്ലേശം, പ്രത്യേകിച്ച് അസ്ഥി സംബന്ധമായിട്ടുള്ള ബോൺ റിലേറ്റഡ് ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പുറത്തു നിന്ന് കഴിക്കുന്ന ഭക്ഷണം നിമിത്തം അങ്ങനെയുള്ള ഫുഡ് റിലേറ്റഡ് അലർജിക്കുള്ള സാധ്യത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ ഔദ്യോഗികപരമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുകയും അത് നിമിത്തം ടെൻഷൻ കൂടി തലവേദനയ്ക്കുള്ള സാധ്യത, അങ്ങനെ ഉണ്ടാകുന്ന നയന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ചെറിയ ക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അടുത്തത് വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥത നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാതാവിന് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ, അങ്ങനെയുള്ള സാധ്യതകളും മാതാവ് വഴിയുള്ള ബന്ധുക്കൾക്കും അങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. വൃശ്ചികക്കൂർ നക്ഷത്രക്കാർക്ക് 4-ാം ഭാവത്തില്, അതായത് ഇതിനകത്ത് കുംഭം രാശിയില് ആദ്യത്തിന്റെ കൂടെ രാഹു ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങളും കുടുംബ സംബന്ധമായിട്ടുള്ള ചെറിയ അസ്വസ്ഥതകളും ഉടലെടുക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരം അത്ര അനുകൂലമല്ല. ചെറിയ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. വീട് പണിയുമായി ബന്ധപ്പെട്ടും ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത, അങ്ങനെയുള്ള ക്ലേശങ്ങൾക്കുള്ള സാധ്യത, തടസ്സങ്ങൾക്കുള്ള സാധ്യതകൾ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. കുടുംബ ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിഘ്നേശ്വര മന്ത്രം ജപിക്കുന്നതും നാളികേരം വിഘ്നേശ്വര നടയിൽ ഉടയ്ക്കുന്നതും വളരെ നല്ലതാണ്. പക്ഷേ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഫിനാൻഷ്യൽ റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനമുള്ള സമയം. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണേലും ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണേലും വളരെ നല്ല സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ട് തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്ന നല്ലൊരു വാരം. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള സമയമായിട്ടാണ് കാണിക്കുന്നത്. ആരോഗ്യപരമായി വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര്. അടുത്തത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ട് പ്രത്യേകിച്ച് സഹോദരങ്ങൾക്ക് അങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. സംസാരം നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത അതും കാണിക്കുന്നതാണ്. കോൺഫിഡൻസ് ലെവൽ നല്ല രീതിയിൽ കൂടി നിൽക്കുന്ന നല്ലൊരു വാരമായതുകൊണ്ട് തന്നെ ഔദ്യോഗികപരമായി വളരെ നല്ല അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പ്രത്യേകിച്ച് പെൻഡിങ് ആയിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്തു തീർക്കാനുള്ള നല്ല ദൈവാധീനം ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ നല്ല രീതിയിൽ ഉയർന്നു നിൽക്കാൻ സാധ്യതയുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ധനുക്കൂർ നക്ഷത്രക്കാരുടെ സഹോദരങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾക്കുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പുതിയതായിട്ട് ജോലി കാര്യങ്ങൾക്ക് അന്വേഷിക്കുന്നവർക്ക് നല്ല ദൈവാധീനം ഉണ്ടാവും. പ്രത്യേകിച്ച് ഇന്റർവ്യൂ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഇന്റർവ്യൂ പാനലുകളിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയ നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരം. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ദൈവാധീനമുള്ള ഒരു വാരമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ശത്രുപരമായിട്ട് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത
ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുന്നതും ഹനുമാൻ ചാലിസ ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. അതുപോലെ വിഷ്ണു സഹസ്രനാമം കൂടി ജപിക്കുക. കുടുംബദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രാട മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ജോലി സംബന്ധമായിട്ട് തടസ്സങ്ങൾ കാര്യങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. സംസാര നിമിത്തം ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും കാണിക്കുന്നതാണ്. സംസാരത്തിൽ ആ ഒരു മിതത്വ ഭാവത്തിൽ മുൻപോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഔദ്യോഗികപരമായിട്ടാണെങ്കിലും അതുപോലെ കുടുംബത്താണെങ്കിലും ഫ്രണ്ട് സർക്കിൾസിന്റെ ഇടയിലാണെങ്കിൽ ആ ഒരു സംസാരത്തിൽ ആ ഒരു മിതത്വ ഭാവം വളരെ അത്യാവശ്യമാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര് ഹനുമാൻ സ്വാമിയെ നിത്യവും പ്രാർത്ഥിക്കുക. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമായിട്ടാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണേലും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണേലും അതുപോലെ ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണേലും നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കാണേലും അതുപോലെ ബിസിനസ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്കും നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യപരമായി പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ, നടുവിനുണ്ടാകുന്ന അസ്വസ്ഥത, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യത മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് തൊണ്ടയ്ക്ക് ഉണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകൾ, നയന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, അതുപോലെ ടെൻഷൻസ് നിമിത്തം BP കൂടി നിൽക്കാനുള്ള സാധ്യത, കാൽമുട്ടിന് ഉണ്ടാകുന്ന അസ്വസ്ഥത, ഇങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. കാരണം കുംഭ രാശിയിൽ ആദിത്യനും രാഹുവും നിൽക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് നയന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, IT മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഔദ്യോഗികപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ദൈവാധീനം ഉണ്ടാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള അങ്ങനെയുള്ള സൗന്ദര്യ കലഹങ്ങൾക്കുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു സമയം. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പാഴ്ചെലവ് കൂടി നിൽക്കാനുള്ള സാധ്യത കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി രേവതി നക്ഷത്രം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായി ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള ഓവറായിട്ടുള്ള ഫ്രസ്ട്രേഷൻസ്, അങ്ങനെയുള്ള കൂടുതൽ മാനസിക സമ്മർദ്ദം കൂടി നിൽക്കാനുള്ള സാധ്യത മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യതകളും സാമ്പത്തിക ക്രയവിക്രയങ്ങളിലുള്ള അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് കാര്യങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയും ഈ വരുന്ന വാരം കാണിക്കുന്നതാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ തീർച്ചയായിട്ടും മാറി നിൽക്കുന്ന നല്ലൊരു വാരമാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാകും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. പുറത്തുനിന്നുള്ള ഭക്ഷണം നിയന്ത്രിക്കുക. ആരോഗ്യ ക്ലേശങ്ങൾക്കുള്ള സാധ്യത മീനക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ലൊരു വാരമാകും. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നല്ല ഒരു വാരമായിട്ടാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയതായിട്ട് കസ്റ്റമേഴ്സിനെ കിട്ടാനുള്ള ഭാഗ്യം പക്ഷെ അത് ഉണ്ടാവും. പക്ഷെ ഫിനാൻഷ്യൽ റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സിന് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തതിനു ശേഷം മാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുക. അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ബാക്കി കാര്യങ്ങൾ മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുകൂലമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ ഒരു വാരം തുടക്കത്തിലെ തടസ്സം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അനുകൂലം തന്നെ ആയിരിക്കും. ബാക്കി കാര്യങ്ങൾ നല്ല ദൈവാധീനമുണ്ട്. അതുപോലെ മീനക്കൂർ നക്ഷത്രക്കാര്
വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ശിവപഞ്ചാക്ഷരം ജപിക്കുന്നതും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ മീനക്കൂർ നക്ഷത്രക്കാര് ശനി മന്ത്രം ജപിക്കുന്നതും അതുപോലെ പറ്റുമെങ്കിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം നടത്തുന്നതും വളരെ ഉത്തമമാണ്. ഇത്രയുമാണ് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പേര്, നക്ഷത്രം, ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ബുദ്ധിമുട്ട് എന്താണ്, അതുകൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഇതിന് ഫീസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, അത് തികച്ചും സൗജന്യപരമാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.